എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ഒഴുകുകയല്ലേ. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇങ്ങനെ വരികയാ. ആരും വഅദ് പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ല. അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സ്വന്തമായിട്ട് പരാജയം സമ്മതിച്ചു. ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്കറിയാം ഇനി നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല, ഞങ്ങൾക്കിനി നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഈമാൻ, നിങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ ഞങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞ് ഖുറൈശികൾ വന്നിട്ട് മുട്ടുമടക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പവർ, പരിശുദ്ധമായ ഖുർആനിൻ്റെ പവർ. അബൂജഹൽ പറയുമായിരുന്നു, നിങ്ങൾ മുഹമ്മദ് ഖുർആൻ ഓതുമ്പോൾ കേൾക്കരുത്, ചെവിക്കകത്ത് കൈയിട്ടുകൊണ്ട് നടക്കണം. എന്തേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് പറയുന്നത് നിങ്ങൾ ആരും കേൾക്കരുത്. ആദ്യം പറഞ്ഞു അബൂജഹൽ മുത്തുബയൊക്കെ പറഞ്ഞു മുഹമ്മദ് പറയുന്നത് കേൾക്കരുത്, അവൻ പറയുന്നത് കേൾക്കാൻ പാടില്ല. അവസാനം പലരും പറയുന്നു അവൻ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു ചെവിക്കകത്ത് കൈയിട്ടേക്കാൻ. കാരണം എന്തേ, കേട്ട് കഴിഞ്ഞാൽ നന്നായി പോകും. ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിങ്ങൾ കേൾക്കാത്തവരെ പോലെ നടക്കണം, കാരണം നിങ്ങൾ നന്നായി പോകും ആ പേടിച്ചിട്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്ക്, ഒരു പാതിരാത്രിയിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. രാത്രി നോക്കുമ്പോൾ ഒരാൾ തലയിൽ തുണിയിട്ടിട്ട് പതുങ്ങിയിരിക്കുന്നു. കുറച്ചപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വേറൊരാളിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതുന്നത് നിർത്തിയപ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ 3 പേരും പരസ്പരം കണ്ടു. 1 അബൂജഹൽ, 2 ഉത്ബത്ത്, 3 ശൈബത്ത്. ഇവർ പകല് മുഴുവനും പറഞ്ഞു മുഹമ്മദ് ഖുർആൻ ഓതുന്നതും പറയുന്നതും കേൾക്കരുത് എന്ന് പറയുന്നവരാ. പക്ഷെ നീ എന്തിനാളിയാ വന്നേ നമ്മൾ ചോദിക്കൂലേ? അവിടെ നിന്ന് ചോദിച്ച അബൂജഹൽ ചോദിച്ചു, നീ രാത്രി ഇവിടെ വന്നേ എന്തിനാ? ഇത്രയൊക്കെയാണെങ്കിലും മുഹമ്മദ് ഓതണത് കേൾക്കാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് വന്നതാണ്. അപ്പോഴേ ഒരു പറയണം, നമ്മൾ പകല് മുഴുവൻ ജനങ്ങളോട് പറയുന്നത് ഇത് കേൾക്കാൻ പാടില്ല എന്നല്ല, അതുകൊണ്ട് ഇനി വരരുത് കേട്ടോ, ഇനി വരരുത്. ശരി, ഇനി നമ്മൾ വരൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാത്രി 3 എണ്ണം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇവർ വന്നു. കാരണം അപ്പോഴും പറഞ്ഞത് എന്തോ മനസ്സ് വല്ലാതെ കേൾക്കാൻ കൊതിക്കുകയാ. ഇത്രയും മനോഹരമാണ് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ അന്തിമ വിജയം നമുക്കാണ്. ആരൊക്കെ തകർക്കാൻ നോക്കിയാലും, ഏതെല്ലാ ശക്തികൾ പരിശ്രമിച്ചാലും പടച്ചവനെ നമുക്കാണ് അന്തിമ വിജയമെന്ന പരിശുദ്ധമായ ഖുർആൻ. ജനങ്ങൾ ഒഴുകുകയാണ്, അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. പലരും പരാജയപ്പെട്ടു പോകുകയാണ്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കടന്നുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ആകെ തകർന്നു പോവുകയാണ്. കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് വരുമ്പോൾ, അങ്ങനെ കാലിനടിയിലെ മണ്ണ് പോലും ഒലിച്ചു പോകുന്നത് കാണുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇസ്ലാമിന് ഒരുപാട് പട്ടങ്ങൾ ചാർത്തുകയാണ്. ഭീകരവാദിയെന്നും തീവ്രവാദിയെന്നും പടച്ചവനെ പല പല മോഡലുകളിൽ പരിശുദ്ധമായ ദീനിനെ സമൂഹത്തിന്റെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ വളരെ മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് പണ്ടുമുണ്ടായിരുന്ന സഹോദര, ഒരുപാട് പേര് പരിശ്രമിച്ചവരാണ് അല്ലാഹുവിന്റെ ദീനിനെ തരം താഴ്ത്താൻ, അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ തകർത്ത് കളയാൻ പലരും പരിശ്രമിച്ചിട്ട് എല്ലാവരും പരാജയപ്പെട്ടു പോയതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നസ്ർ പറയുകയാ, അന്തിമ വിജയം ഇസ്ലാമിനാ. മൈക്ക് കെട്ടിക്കെട്ട് വഅദ് പറയുന്നവനുമറിയാ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനുമറിയാ ഒരു ദിവസം പരാജയപ്പെടുമെന്ന്. അവസാന വിജയം ഇസ്ലാമിനാണെന്ന് അവർക്ക് തന്നെ അറിയാ. അതുകൊണ്ട് ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന 2ാമത്തെ പാഠം എന്തെന്നറിയുമോ? അവസാന വിജയം നമ്മൾക്കാ. അതുകൊണ്ട് മുസ്ലിമേ, ഭയപ്പെടണ്ട, പേടിക്കണ്ട മോനെ, നിനക്കാടാ വിജയമിരിക്കുന്നത്. എല്ലാവരും
മുഴുവനും നിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുകയാണ്. അതുകൊണ്ട് പേടിക്കണ്ട. ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് നീ ഭയപ്പെടണ്ട. മൂന്നാമതായിട്ടോ, ഈ മതത്തിൽ അല്ലാഹുവിന്റെ സഹായം തുടർന്നു കൊണ്ടിരിക്കുമെന്നുള്ളതിന്റെ അടയാളം ഈ സൂറത്ത് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ സഹായമുണ്ടല്ലോ. ബദരീങ്ങളെ സഹായിച്ച അല്ലാഹ് ഉഹദിന്റെ രണാങ്കണത്തിലും പടച്ചവരെ പലപ്പോഴും സഹായിച്ച അല്ലാഹുണ്ടല്ലോ. അവരെ മാത്രമല്ല സഹായിക്കുന്നത്, നമ്മളെയും സഹായിക്കുമെന്നുള്ളതിനുള്ള ഒരു തെളിവുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വിജയവും സഹായം ലഭിച്ചതിന് ശേഷമുള്ള നിർദ്ദേശം അതിനവനോട് നന്ദി കാണിക്കാനും അവനെ സ്തുതിക്കുന്നതിനോടൊപ്പം അവനെ പ്രകീർത്തനം നടത്തുവാനും ഖുർആൻ പറയുകയാ. മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ സഹായം ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്കുണ്ടാകുമെന്ന് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ബദരീങ്ങളെ മാത്രമേ സഹായിക്കത്തുള്ളൂ? ഇല്ല, നമ്മളെയും സഹായിക്കും. അല്ലാഹ് ആരെന്നറിയോ? നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അല്ലാഹു എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ കഅബാലയം, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കുന്നതിന് വേണ്ടി അബ്രഹത്തും അബ്രഹത്തിൻ്റെ ആനപ്പടയും വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും കഅബാലയത്തിലേക്ക് പോകുന്നു. മക്കയിലേക്ക് ജനങ്ങൾ മുഴുവനും ഒഴുകുന്നത് കണ്ടപ്പോൾ അബ്രഹത്തിന് സഹിക്കുന്നില്ല. അബ്രഹത്ത് സ്വന്തം നാട്ടിൽ കഅബയെ പോലെ ഒന്ന് പണിതു ജനങ്ങൾ അങ്ങോട്ട് അടുപ്പിക്കാൻ. പക്ഷെ തോറ്റുപോയി, അവിടെ നിന്ന് പരാജയപ്പെട്ടു പോയി. അവസാനം ചരിത്രം പറയുന്നു, അബ്രഹത്ത് ആനപ്പടയുമായിട്ട് അല്ലാഹുവിൻ്റെ കഅബാലയം പൊളിക്കാൻ വരികയാണ്. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ അബ്ദുൽ മുത്തലിബാണെന്ന് തോന്നുന്നു. നമുക്കെല്ലാവർക്കും ചരിത്രമറിയാം. കാലിൽ വരെ പിടിച്ചിട്ട് പാപ്പ അവിടെ നിന്ന് മൂത്താപ്പയോട് പറഞ്ഞു, ഷഹാദത്ത് കലിമ പറ, ഞാൻ രക്ഷപ്പെടുത്താം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അബ്രഹത്തും തൻ്റെ അനുയായികളും ആനപ്പടയുമായിട്ട് പരിശുദ്ധമായ കഅബാലയത്തിനെ തകർക്കാൻ വരുമ്പോൾ ആരോ വന്നിട്ട് അബൂതാലിബിനോട് പറഞ്ഞു, അബ്രഹത്ത് അല്ലാഹുവിൻ്റെ കഅബാലയം തകർക്കാൻ വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടുന്ന് മഹാനവറുകൾ കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. കഅബയുടെ നാഥ, നിന്റെ പള്ളി തകർക്കാൻ, നിന്റെ ഭവനം തകർക്കാൻ അബ്രഹത്തും ആനപ്പടയും വരുന്നുണ്ട്. നിന്റെ വീട് നീ തന്നെ നോക്കിക്കൊള്ളണം. ഇത് പറഞ്ഞതാരാ? ഒരു ഉസ്താദല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചിട്ട് പറഞ്ഞു, കഅബയുടെ നാഥ, നിന്റെ വീട് തകർക്കാൻ വരുന്നുണ്ട്, നീ നോക്കിക്കൊള്ളണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രമെടുത്ത് നോക്ക്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അബാബീൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹത്തിനെയും തൻ്റെ ആനപ്പടയും അല്ലാഹു തകർത്തത് ചെറിയ കിളികളുണ്ടല്ലോ. നമുക്കറിയാം, ചെറിയ കിളികൾ, അബാബീൽ എന്ന് പറയുന്ന പക്ഷികൾ നരകത്തിൻ്റെ തീയുടെ കല്ലുകൾ കൊണ്ടുവന്ന് അവരുടെ ചുണ്ടിൽ നിന്ന് താഴേക്കിട്ടുകൊണ്ട് ആ വലിയ സൈന്യത്തെ തകർത്തു കളഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ സഹായം ഈ കഅബാലയം ഒരു ദിവസം പൊളിക്കും. ഈ കഅബയാണ് ഒരു ദിവസം കഅബയുടെ മുകളിൽ കയറി നിന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വികലാംഗനായ മനുഷ്യനാണ് കഅബ പൊളിക്കുന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ സഹായം ഖിയാമത്ത് നാൾ വരെ ഈ മുസ്ലിം ഉമ്മത്തിനുണ്ടാകുമെന്ന് ഈ ഖുർആനിൻ്റെ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് അല്ലാഹുവിൻ്റെ സഹായമാണ്. ആ റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് ഈ സൂറത്ത് നമുക്ക് പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവനെ അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ സൂറത്തിൽ രണ്ട് ആയത്തുകൾ, രണ്ട് അടയാളങ്ങൾ പറയുകയാണ്. രണ്ടടയാളങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഈ
മതത്തിനുള്ള സഹായം തുടർന്നുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അവിടെന്ന് പറയുകയാണ്, ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്നത് കണ്ടാൽ പടച്ചവനെ എവിടെന്ന് പറയുന്നു അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന്. പിന്നെ എവിടെന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ സഹായം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന്. മറ്റൊരു സമുദായത്തിനും കിട്ടാത്ത, മറ്റൊരു ജനതയ്ക്കും കിട്ടാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഈ സൂറത്ത് പഠിപ്പിച്ചു തരികയാ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. മുത്തുനബിയുടെ മരണം അടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നുള്ളതിനുള്ള സൂചനയാണ് ഈ സൂറത്തെന്ന് ചരിത്രം പറയുകയാ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല അൻസല ഹാദിഹി സൂറ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറയുക, ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ പാഠം, നാലാമത്തെ പാഠം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നുള്ളതിന് ആദ്യത്തെ അടയാളം ഈ സൂറത്തായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അത് മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നു കിട്ടിയാൽ എന്ന ഈ സൂറത്ത് നബിക്ക് ഇറങ്ങിയത് അയ്യാമുത്ത് ശരീക്കിൻ്റെ മധ്യത്തിലായിരുന്നു. വിടവാങ്ങാൻ സമയമായിരിക്കുന്നു എന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായെന്ന ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു, എന്തേ ഉമറേ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പൂർണ്ണമായി കഴിഞ്ഞാൽ, എന്തേ പറയുന്നത്? ഇത് ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഇസ്ലാം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അങ്ങയുടെ വഫാത്ത് അടുത്തു എന്നതിനുള്ള സൂചനയുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം ഒരു വലിയ സംഭവം തന്നെ ഇതിനകത്ത്. ചെറുപ്പമോ വലിപ്പത്തിലൊന്നും കാര്യമില്ല. ചിലർക്ക് പ്രായമായി, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പറയുകയാ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾ അവർക്ക് ഇസ്ലാം സഹാബത്തിൻ്റെ ഇടയിൽ ഏറ്റവും മഹത്വമുള്ളവരാ ബദരീങ്ങൾ. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മജ്ലിസുന്നൂറൊക്കെ ഇപ്പോൾ മജ്ലിസുന്നൂറൊക്കെ പാരായണം ചെയ്യണം നമുക്ക് ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ബദരീങ്ങൾ അള്ളാഹു അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വലിയ മഹത്വമുള്ളവരാ. അപ്പം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന പ്രായമുള്ള സ്വഹാബികൾ ഇരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചിരുത്തും. ഇബ്നു അബ്ബാസ് തങ്ങൾ ചെറിയ കുട്ടിയാണ്. ഈ പ്രായമുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ ചെറിയ കുട്ടിയെ പിടിച്ചിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ എന്താ. അപ്പോൾ ഇവർക്ക് തന്നെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്തിനാ ഈ കുട്ടിയെ പിടിച്ചിരുത്തണേ, എന്തിനാ? ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, എന്തിനാ ഈ കുട്ടിയെ പിടിച്ചിരുത്തുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്നൊന്നും മിണ്ടിയില്ല. ഒരിക്കൽ ഈ കുട്ടി ആരാണെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇദാ ജാ നസ്റുല്ലാഹി എന്ന് പറയുന്ന ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ ഉൾപ്പെടെ ആ പ്രായമുള്ളവരെ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇങ്ങനൊരു ആയത്തിറങ്ങി, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള പ്രായമുള്ളവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിചാരിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്,
അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്ന് അള്ളാഹു പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം വന്നിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിനെ സ്തുതിക്കണം, ഇതാണ് ഇതിനർത്ഥമെന്ന്. അങ്ങനെ എല്ലാവരും ഓരോന്നും പറഞ്ഞു. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചെറിയ കുട്ടിയെ ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ പറയണേ? ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ പറഞ്ഞതാണ് സത്യം. പ്രായത്തിൽ കാര്യമില്ല എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കണം. അറിവിൻ്റെ വിഷയം താടിയോ തലപ്പാവിലോ അല്ല, പ്രായത്തിലോ അല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറയുകയാണ്, വിജയവും സഹായവും ലഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളണം. റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പറയുകയാണ് ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹ് പറയുകയാണ്, നബിയേ, അങ്ങയുടെ ജോലി കഴിഞ്ഞു നബിയേ, ഇസ്ലാം പരിപൂർണമായിരിക്കുന്നു, ജനങ്ങൾ മുഴുവനും ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങയുടെ ആവശ്യമില്ല, അങ്ങയുടെ ജോലി പൂർണ്ണമായിരിക്കുകയാണ്. അതുകൊണ്ട് മരണം അടുത്തു നബിയേ, ഫസബ്ബിഹു ബിഹംദി റബ്ബിക. അല്ലാഹുവിലേക്ക് മടങ്ങാ സമയമായി, അല്ലാഹുവിലേക്ക് മടങ്ങാ സമയമായി. അതുകൊണ്ട് നബിയേ, ഇബാദത്തുകൾ അധികരിപ്പിച്ചോ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. അതാ അവിടെന്ന് പറയുകയാണ്, വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പോലും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ, ഈ ലോകം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു പറയുന്ന, ഒരുങ്ങു നബിയേ, സമയമടുത്തു നബിയേ, ഇബാദത്തുകൾ അധികമായി ചെയ്യ് നബിയേ, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തു. അല്ലാഹുവിന്റെ പ്രവാചകന് പോലും അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം എടുത്തു നോക്ക്. പിന്നെ പ്രവാചകൻ അവിടെ നിന്ന് ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുകയാ. കാല് നീര് കെട്ടുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്ന് നിസ്കരിക്കുമ്പോ രണ്ട് കാലുമങ്ങ് നീര് കെട്ടുകയാണ്, രണ്ട് കാലുമങ്ങ് നീര് കെട്ടുകയാണ്. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ, അങ്ങയുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, ഇനി എന്തെങ്കിലും വന്നാലും പുറത്തു തരുമല്ലോ, അങ്ങല്ലേ സ്വർഗം തുറക്കുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? രാത്രി കാലങ്ങൾ മുഴുവനും ഈ കാല് നീര് കെട്ടുന്ന രീതിയിൽ എന്തിനാ നിസ്കരിക്കുന്നത്? മുത്തുനബിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അഫലാ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ. പടച്ചവനെ, പ്രവാചകന്റെ ഇബാദത്തുകൾ ഇരട്ടിയാക്കുകയാണ്. അവിടുന്ന് രാത്രി മുഴുവനും നിസ്കാരങ്ങൾ പടച്ചവനെ അമിതമായി നിസ്കരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഒരു ഖത്തമോദിയ മുത്തുനബി 2 പ്രാവശ്യം അവിടുന്ന് ഖത്തം തീർക്കുകയാണ്. ഒരുപാട് നന്മകൾ തുടങ്ങി, സദഖകൾ വർദ്ധിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി.
എന്തിനു വേണ്ടി എന്നറിയുവോ? മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ എന്തെങ്കിലും വേണമല്ലോ. റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാ. ഈ സദസ്സിലിരിക്കുന്നവരെ നമുക്കിതുപോലെ അടയാളങ്ങൾ വന്നില്ലേ? നമുക്ക് മഹാനായ നബിയനാ റസൂലുള്ളാഹി മുന്ന് സ്വലാത്തു സല്ലല്ലാഹു യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ മരണം അടുത്തു, ഇനി ഇങ്ങനെ നടന്നാ പോരാ, റെഡിയായിക്കോ, ഒരുങ്ങിക്കോ, തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് ജിബ്രീൽ വരുവോ? നമുക്ക് ജിബ്രീൽ വരുവോ? പറ മനുഷ്യന്മാരെ, വരുവോ? സിറാജ മരണം അടുത്തിട്ടുണ്ട്, ഒരുങ്ങിക്കോ എന്ന് വന്ന് പറയുവോ? വരുവോ? പറയുവോ? ഇല്ല. പിന്നെ ആര് വരും? പിന്നെ ആര് വരും? ഇങ്ങോട്ട് പറ, ഇനി ആര് വരും? അസ്രായീൽ പിന്നെ വരത്തുള്ളൂ. അടയാളങ്ങൾ വന്നു കഴിഞ്ഞു മരണത്തിൻ്റെ. നമുക്ക് വഹിയൊന്നും വരത്തില്ല, നമുക്ക് ഖുർആനിന്റെ ആയത്തൊന്നുമില്ല. നമ്മളെടുക്കൽ അടയാളങ്ങൾ പറയാൻ ആരും വരത്തില്ല. അടയാളം വരും, അടയാളങ്ങൾ വരും. ചരിത്രം പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബിന് അവിടുന്ന് ചരിത്രം പറയുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ ചരിത്രം പറയുന്നു. യാക്കൂബ് നബിയും അസ്രായീൽ അലൈഹിസ്സലാമും തമ്മിൽ വലിയ കൂട്ടുകാരാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ വരും. അവരങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അപ്പോൾ ഒരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഞാൻ എപ്പോഴാ മരിക്കണേന്നൊന്ന് പറഞ്ഞു തരുമോ? എൻ്റെ മരണം എപ്പോഴാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ പറഞ്ഞു, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, അത് അള്ളാഹുവിനെ മാത്രമേ അറിയൂ. ഒരാൾ മരിക്കണം എപ്പോഴാന്ന് പറയാം. വമാ തദ്രീ നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്. ഒരാളുടെ മരണം അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. അപ്പൊ ചോദിച്ചു, വല്ല അടയാളമെങ്കിലും, എൻ്റെ മരണം അടുത്തു എന്നതിന് വല്ല അടയാളമെങ്കിലും ഉണ്ടോ? മരിക്കാൻ പേടികൊണ്ടൊന്നുമല്ല, ഒന്ന് ഒരുങ്ങിയിരിക്കാനാ, ഒന്ന് തയ്യാറാകുന്നതിന് വേണ്ടി വല്ല അടയാളവുമുണ്ടോ? ആ സമയത്ത് പറഞ്ഞു കൊടുത്തു, മരണം വരുന്നതിന് മുമ്പ് 3 അതിഥികൾ വരും. 3 അതിഥികൾ വരും. അവർ വന്നിട്ടേ ഞാൻ വരത്തുള്ളൂ. ഇത്രേ പറഞ്ഞുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ചരിത്രം പറയുന്നു, ഒരു ദിവസം അസ്രായീൽ, കുറേ കാലം കഴിഞ്ഞിട്ട് അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, നീയല്ലേ പറഞ്ഞ 3 അതിഥികൾ വരുമെന്ന്, ഇതുവരെ ആരും വന്നില്ലല്ലോ. 3 അതിഥികൾ വരുമെന്ന് നീ പറഞ്ഞല്ലോ, ഇതുവരെ ആരും വന്നില്ല. അപ്പോഴാ പറഞ്ഞ, ആരാ പറഞ്ഞ് വന്നില്ല എന്ന്? അവിടെ നിന്ന് ഒന്നാമതായിട്ട് ചോദിച്ചു, ബയാദു ശൈരിക ബഅദ സവാദി, തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങളുടെ നിറം മാറി വെളുത്തതായില്ലേ, അതായിരുന്നു ഒന്നാമത്തെ അടയാളം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം എന്തായിരുന്നു? കറുത്ത രോമങ്ങളൊക്കെ വെളുത്തു. കറുത്ത രോമങ്ങളൊക്കെ ഇല്ലേ, വെളുത്തില്ലേ? വെളുത്തോ? നോക്കട്ടെ, മൊത്തം വെളുത്ത് കേട്ടാ, അടച്ചവനെ പാവപ്പെട്ടെ. വെളുത്തില്ലേ? അത് വണ്ണൻ്റെ തലയിൽ കറുത്ത വല്ലതും ഉണ്ടോ നോക്കണേ. വെളുത്ത രോമങ്ങൾ നമ്മുടെ ശരീരത്ത് കാണുക, അത് മരണത്തിൻ്റെ അടയാളമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞ, ഒരുങ്ങിക്കൊള്ളാൻ. നമുക്കിങ്ങനെയുള്ള അടയാളങ്ങളാ വരിക, ഇങ്ങനെയുള്ള അടയാളങ്ങളാണ് വരിക. അപ്പോൾ പുറകെ ഇരുന്നിട്ട് പുള്ളന്മാർ, ചെറുപ്പക്കാർ പറയുക, എൻ്റെ മുടിയൊന്നും നരച്ചിട്ടില്ല കേട്ടാ. നരച്ചിട്ടുണ്ടോ? നമ്മുടെ മുടി നരച്ചിട്ടില്ല. അപ്പം അതിനടയാളം സമയം ആയില്ല എന്നല്ല, ചിലപ്പോൾ നരയ്ക്കൊന്നും വേണ്ട, ഒറ്റയടിക്ക് പോകുന്ന കണ്ടിട്ടില്ലേ? ഇടം മുടി നരച്ചാലേ മരിക്കൂ എന്നല്ല അതിനർത്ഥം. മുടിയൊന്നും നരയ്ക്കേണ്ട സമയമായ പോകും. ഇതൊരു അടയാളം മാത്രമേ ഉള്ളൂ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പോൾ അള്ളാഹു പറയുകയാ, ഒരുങ്ങിക്കോ. എന്നോട് ഞാൻ പറയുന്നു, നിങ്ങളോട് നിങ്ങളുടെ മനസ്സാക്ഷിയോട്. നമ്മൾ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്ത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് പോലും അള്ളാഹ് പറഞ്ഞു ഒരുങ്ങാൻ. അപ്പോൾ പിന്നെ നമ്മളൊരുങ്ങണോ? എങ്ങനെയാ ഒരുങ്ങേണ്ടത്? നല്ല ഇബാദത്തുകൾ അധികമായിട്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്ക്, നന്മകൾ അധികമായി ചെയ്യ്. നിസ്കാരമൊക്കെ എത്ര കലാക്കി, എത്ര നിസ്കാരം കലാക്കി. എന്താ എൻ്റെ വാട്സപ്പിൽ ഇന്നൊരു മെസ്സേജ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു സഹോദരി ചോദിക്കുന്നു, ഉസ്താദെ, മരിച്ച വീട്ടിൽ ദിക്ർ പറഞ്ഞു ഇത്ര, ഇന്ന് മരണ വീട്ടിൽ ദിക്റായിരുന്നു.
ദിക്ർ പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. ഇത് ഒന്നാണോ രണ്ടാണോ? ഇതാ സംശയം. മരണ വീട്ടില് 40,000-70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമ്മുടെ ബദർ യുദ്ധം നടന്നിട്ടുണ്ടെന്നാ തോന്നണേ. സഹോദരി മെസ്സേജ് ഇട്ടിരിക്കുന്നു, ഉസ്താദ് ഇത് രണ്ടായിട്ടാണോ പരിഗണിക്കുന്നത്, ഒന്നായിട്ടാണോ പരിഗണിക്കുന്നത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെയാ അപ്പം അത് പരിഗണിക്കുന്നത്? പറ. നമ്മളെങ്ങനെ ഒന്ന് പറഞ്ഞ മരണ വീട്ടിൽ നമ്മൾക്ക് വീട്ടിൽ പറയത്തില്ല ദിക്ർ എങ്ങനെ പറയണേ? ലാ ഇലാഹ. ഇതെത്ര ദിക്ർ? ഒന്നാണോ രണ്ടാണോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ആ വീട്ടിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. മെസ്സേജ് ഇട്ടിരിക്കണം, ഉസ്താദ് എന്ന് പറയണേ. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ആ സഹോദരിയോട് തിരിച്ചു മെസ്സേജ് ഇട്ടു. നമ്മളൊക്കെ 5 വഖത്ത് നിസ്കരിക്കാറുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം പറയുമല്ലോ. അപ്പം നമ്മൾ എങ്ങനെ എണ്ണണത്? ലാ ഇലാഹ ഇല്ല. എത്ര ആയിട്ട് എണ്ണണേ? 1. അപ്പം അതല്ലേ ദിക്ർ? ചുമ്മാ അവിടെ ഇവിടെയും കയറിയിട്ട് ഓരോന്നും അങ്ങോട്ട് പറയും, വസ്വാസാക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ മനുഷ്യൻ്റെ ഖബറുടെ അല്ലാഹു വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, തയ്യാറായിക്കൊള്ളുക എല്ലാവരും. മരണത്തിന് വേണ്ടിയുള്ള മുന്നറിയിപ്പുകൾ, അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി നമുക്കെല്ലാവർക്കും മരണത്തിന് വേണ്ടി ഒരുങ്ങാം. എന്റെയും മുടി നരച്ചു കഴിഞ്ഞു, നിങ്ങളുടെയും മുടി നരച്ചു കഴിഞ്ഞു. പഴയ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് രോഗങ്ങൾ വന്നല്ലോ. ഇതാണ് മരണത്തിന്റെ 3 അടയാളങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, 3 അടയാളങ്ങളും ജീവിതത്തിൽ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, അല്ലാഹു പറഞ്ഞതെന്തെന്നറിയുമോ? ഫസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. നബിയേ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, നന്മകൾ അധികരിപ്പിക്കണം. അതുപോലെ ഇസ്തിഗ്ഫാർ, പടച്ചവനെ അവിടുന്ന് പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങാർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മരണത്തിന്റെ അടയാളം വന്നവര്, പ്രായമായവര്, രോഗം പിടിപെട്ടവര്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയവര്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നമുക്കൊരുങ്ങാം, നമുക്കൊന്ന് തയ്യാറാകാം. മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്തു വെക്കാ. ഖളായി പോയ നമസ്കാരങ്ങൾ ആവർത്തിച്ച് നിസ്കരിക്ക്. അതൊക്കെ പടച്ചവനെ ഓരോ ഫർദിന്റെ കൂടെ നിസ്കരിക്ക്. ഒരുപാട് പടച്ചവന് കഴിവിന്റെ പരമാവധി സദഖ ചെയ്യ്. ഒരുപാട് ദിക്റുകൾ പറ, ഒരുപാട് ഇസ്തിഗ്ഫാർ പറ, പശ്ചാത്തപിച്ചു മടങ്ങിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദുആയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അസ്തഗ്ഫിറുല്ലാഹല്ലദീ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് മുതൽ പറഞ്ഞു തുടങ്ങിക്കോ, അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട്, പടച്ചവനെ എന്റെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ പുറത്തു തരണേ എന്ന നീയത്തോട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരേ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അന്നുവരെ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് പാപം പുറത്തവരുടെ ചരിത്രമുണ്ടല്ലോ.
അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് പാപങ്ങൾ പുറത്തവരുടെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി സമയമില്ല, ഇനി സമയമില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകനൊരു പാപവും ചെയ്യില്ലല്ലോ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വഹി വന്നിട്ടല്ലാതെ പ്രവാചകനൊന്നും പറയില്ലല്ലോ. ആ പ്രവാചകം പോലും ഓരോ ദിവസവും 100 പ്രാവശ്യം പറയുമായിരുന്നു, അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഒരു ദിവസം 100 വട്ടം അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു. ഒരു പാപവും ചെയ്യാത്ത മഅസൂമായ മുത്തുനബിയുണ്ടല്ലോ, അവിടെ 100 വട്ടം ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിറാജ് എത്ര പറയണം മനുഷ്യ? നമ്മളൊക്കെ എത്ര ഇസ്തിഗ്ഫാർ പറയേണ്ടവരാ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പാപമാ. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് പോലും എനിക്കറിയില്ലല്ലോ അല്ലാ. പടച്ചവരെ, എത്ര പാപമാണ് ഞാൻ ഇന്നത്തെ ദിവസം ചെയ്തത് എങ്കിലും ഞാൻ എത്ര പ്രാവശ്യം പറയണം മനുഷ്യ? ഒരു പാപം പോലും ചെയ്യാത്ത മുത്തുനബി 100 വട്ടം ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാപിയായ ഞാൻ എത്രയാ പറയേണ്ടത്? ചിന്തിച്ചു നോക്ക് സഹോദരാ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ പറയാൻ തുടങ്ങിക്കോ. നഷ്ടമില്ലല്ലോ, നഷ്ടമില്ലല്ലോ, ലാഭമല്ലേ ഉള്ളൂ, നേട്ടമല്ലേ ഉള്ളൂ. നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അത് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ജീവിതത്തിൽ ഒരുപാട് പിഴവ് വന്നു റബ്ബേ, കള്ള് കുടിച്ച് റബ്ബേ, വ്യഭിചരിച്ചു റബ്ബേ, മോശമായ കാര്യങ്ങൾ ചെയ്തു പോയി റബ്ബേ, പറ്റിപ്പോയതാണല്ലാ, ഇനി ചെയ്യില്ല അല്ലാ, നന്നാക്കണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ. മതി മനുഷ്യ, നിന്റെ പാപങ്ങൾ പൊറുക്കാനത് മതി. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ടല്ലോ, മഹാനായ ഹസൻ ബസരി തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഹസൻ ബസരി തങ്ങളുടെ മുന്നിലിരുന്നിട്ടാണ് നാട്ടിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനായ കള്ളുകുടിയനായ ഏറ്റവും മോശക്കാരനായ മനുഷ്യന് അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ച് ഹസൻ ബസരി തങ്ങൾ പറയുന്നത് കേട്ടപ്പോ ആ സദസ്സിലിരുന്ന് കൊണ്ട് ചോദിക്കുകയാ, ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് റബ്ബിനോട് പറഞ്ഞ എന്റെ ജീവിതത്തിലെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമോ? ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, നിന്നെപ്പോലെ 100 പേര് പറഞ്ഞാലും അല്ലാഹു പുറത്തു തരികയാ. ആ മനുഷ്യനാട് ഇൽമിന്റെ സദസ്സിലിരുന്നു കൊണ്ട് തല താഴ്ത്തി പിടിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, എങ്ങനെയാണ് പശ്ചാത്തപിക്കണ്ടെന്ന് പോലും എനിക്കറിയില്ല അല്ലാ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഈ മഹാര്, ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു റബ്ബേ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ പാപം പൊറുക്കുമെന്ന് ഈ മഹാൻ ഇവിടെ ഇരുന്ന് പറയുകയാണ്. അതുകൊണ്ട് റബ്ബേ, ഇന്ന് വരെ ചെയ്തത് മുഴുവനും ഏറ്റുപറയുകയാണ്. ഇനി ഒരിക്കലും ചെയ്യൂല, ഇനി ഒരിക്കലും ചെയ്യൂല. അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. ആ മനുഷ്യൻ തന്നെ ചോദിക്കുകയാണ്, അല്ലാഹുവേ, എന്റെ തൗബ നീ സ്വീകരിച്ച എനിക്ക് 3 അടയാളം കാണിച്ചു തരണമല്ലാ. ആ 3
അടയാളവും അല്ല കാണിച്ചു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, അതുകൊണ്ട് എപ്പോഴാ എവിടെ വെച്ചാ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ വരുന്നതെന്നറിയില്ല മോനെ. ഒരുങ്ങടാ പൊന്നുമോനെ, നിസ്കരിക്കടാ പൊന്നുമോനെ, ഖുർആൻ ഓതടാ ചെറുപ്പക്കാരാ. മോനെ, ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളില് തോന്നുന്നത് പോലെ കളിച്ചും ചിരിച്ചും ആസ്വദിച്ചും മതിമറന്നും സുഖിച്ചും ഇങ്ങനെ നടക്കുമ്പോ ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് അസ്റായീൽ കടന്നു വരുമ്പോ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ, വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, ഒരു നിമിഷം പോലും നിനക്ക് അല്ലാഹു മാറ്റിത്തരില്ലല്ലോ. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഒരു സെക്കൻഡ് പോലും അല്ലാഹു നിനക്ക് മാറ്റിവെക്കില്ലല്ലോ, നിന്റെ ആയുസ് അല്ലാഹു നീട്ടിത്തരില്ലല്ലോ. അതുകൊണ്ട് സ്വന്തം നഫ്സിനോടും ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നമുക്കൊരുങ്ങാ, മരണത്തിന് വേണ്ടി ഒരുങ്ങാ, അധികമായി നന്മകൾ ചെയ്യാ. അല്ലാഹുവിന്റെ ഖുർആൻ ഖത്തമോത്, കഴിവിന്റെ പരമാവധി ഖുർആനോത്, നിന്നെ കൊണ്ട് കഴിയുന്ന ദിക്റുകൾ പറയൂ. ഒരുപാട് നിസ്കരിക്ക്, തസ്ബീഹ് നിസ്കരിക്ക്, തഹജ്ജുദ് നിസ്കരിക്ക്, ദുഹാ നിസ്കരിക്ക്. ഓരോ വഖത്തിന്റെയും മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ. ഇതല്ലാതെ നിനക്ക് രക്ഷയില്ലല്ലോ. അതുകൊണ്ടല്ലേ മഹാനവറുകൾ അവിടെ നിന്ന് മരിക്കാൻ കിടക്കുമ്പോ അവിടെ പടച്ചവനെ ഒരു മഹാനിങ്ങനെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോ ഭാര്യയും മക്കളും അടുത്ത് വന്നിരുന്ന് കരയുകയാ. യഹ്യ ഇബ്നു മുആദ് തങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് മരണത്തിന്റെ വേളയില് സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മക്കളും കുടുംബക്കാരും അടുത്ത് വന്നിരുന്ന് കരയുമ്പോ അവിടെ നിന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാ, എന്തിനാ പെണ്ണേ കരയുന്നത്? എന്തിനാണ് എന്റെ അടുക്കലിരുന്ന് കരയുന്നത്? എന്നെ കുറിച്ച് ഓർത്തിട്ടാണോ? എന്നെ കുറിച്ച് ഓർത്തിട്ടാണോ? യഹ്യ ഇബ്നു മുആദ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? നോക്കു പെണ്ണേ, ഈ വീടിന്റെ മൂലയിലിരുന്നിട്ടാ, ഈ വീടിന്റെ മൂലയിലിരുന്നിട്ടാണ് 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയത്. ഈ കാണുന്ന റൂമിന്റെ മൂലയിലിരുന്ന നിന്റെ ഭർത്താവ് ഒരു വക്കത്തെങ്കിലും കഥയാക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കാര കഥയാക്കുന്നത് നീ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? എന്തിനാ പിന്നെ നീ എന്നെ ഓർത്ത് കരയുന്നത്? എനിക്ക് രക്ഷപ്പെടാൻ അത് മതിയല്ലോ. വേണമെങ്കിൽ നീയും തയ്യാറായിക്കോ. നിനക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നീയും നിന്റെ ജീവിതത്തിൽ ഇതുപോലെ നന്മകൾ ചെയ്തു വെച്ചോ എന്ന് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എനിക്കും നിങ്ങൾക്കും പറയാ, ഇന്ന് രാത്രി എങ്ങാനും മലക്കുൽ മൗത്ത് അസ്റായീൽ ഇന്ന് വന്നു കഴിഞ്ഞ പറയാനൊരു നന്മയുണ്ടോ? ഉറപ്പുണ്ടോ മുസ്ലിമേ? ഉറപ്പുണ്ടോ സഹോദരാ? അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടുമെന്ന് നിനക്ക് പറയാൻ